ഹലോ ഫ്രണ്ട്സ്, സച്ചിനും രേവതിയുടെയും ചെമ്മന്നൂർ പൂലെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവരും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഒരിക്കലും ഓർപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വീഡിയോ കിടക്കാം. അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ ഓരോന്നായി ചോദിച്ച് നമ്മുടെ ചന്ദ്രമതി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചന്ദ്രമതിയോട് ചോദിക്കുന്നുണ്ട്, അതായത് നീ ഈ ശ്രുതി എന്തുകൊണ്ട് സംശയിച്ചില്ല? ശ്രുതി അന്നേ ദിവസം അവിടെ ഫുഡ് എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു, ഫുഡ് നിങ്ങൾക്ക് തരാൻ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നീ എന്തുകൊണ്ട് ശ്രുതിയെ സംശയിച്ചില്ല എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അത് ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്ലിയർ ആയിട്ടുള്ള ചോദ്യമല്ലേ. പക്ഷേ അതുപോലെ തന്നെ വർഷയോട് ചോദിക്കുന്നുണ്ട്, പക്ഷേ ഇതേ സമയത്ത് നീയാണ് അവിടെ, അല്ല നിന്നെയാണ് ഈ സമയത്ത് ചന്ദ്രമതി കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ഈ അമ്മ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിന്റെ മറുപടി എന്തായിരിക്കും ചോദിക്കുന്നത്? അങ്ങളെ എൻ്റെ കാര്യത്തിലാണ്, ഞാനാണ് തെറ്റ് ചെയ്തതെന്ന് ഇപ്പോൾ ഈ ആൻറ്റി വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ വിടത്തില്ല. ആൻറ്റി എന്നല്ല, എൻ്റെ അച്ഛനും അമ്മയാണെങ്കിൽ പോലും ഞാൻ വെറുതെ വിടത്തില്ല. അത്ര കാരണം ഞാൻ ചെയ്യാത്ത കുറ്റത്തെക്കുറിച്ച് എന്നെക്കുറിച്ച് അനാവശ്യം പറയുന്നവരെ ഞാൻ വെറുതെ വിടത്തില്ലെന്ന് പറയുമ്പോഴത്തേക്ക് രവീന്ദ്രൻ ചെയ്യുന്നു. കണ്ടോ പറഞ്ഞുണ്ട്, നിൻ്റെ ശ്രുതിയും വർഷയെന്ന് പറഞ്ഞാൽ രണ്ട് മരുമോൾമാർ മാത്രമാണ് ഈ അഭിപ്രായക്കാർ. കാരണം അത് രേവതി മോൾ എന്ന് പറയുമ്പോൾ നീ ഇപ്പം പോലും അവൾ ഒരു അക്ഷരം എഴുതില്ല. കാരണം ഞാൻ ചോദിക്കുന്ന മുമ്പ് അവൾ ചോദിച്ചില്ല. എന്ത് ചോദിച്ചില്ല? അതായത് അമ്മ ക്യാഷ് എടുത്ത് ഞാനല്ലെന്ന് തെളിഞ്ഞല്ലോ, അതുകൊണ്ട് നിങ്ങൾ ചെയ്തത് എന്നോട് ചെയ്തത് തെറ്റല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നിന്റെ മനസ്സ് വേദനിക്കുമോ എന്ന് ഓർത്തിട്ട് അവൾ വെറുതെ നിൽക്കുക. പക്ഷെ ബാക്കിയുള്ള രണ്ട് മരുമക്കൾ നിന്നെ നല്ല രീതിയിൽ ചോദ്യം ചെയ്യും. കാരണം എന്ന് പറഞ്ഞാലേ അവർക്കറിയാം, പറഞ്ഞാൽ അവർക്ക് നല്ല രീതിയിൽ അറിയാം അവർ തെറ്റ് ചെയ്തല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിന്നോട് കറക്റ്റായിട്ട് ചോദിക്കാൻ അവർക്ക് നന്നായിട്ടറിയാം. രേവതി ആയതുകൊണ്ട് മാത്രം നിന്നെ നോക്കി നിൽക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും അതായത് രേവതിയുടെ കണ്ണൊക്കെ നിറയെ പോകണം. അതുപോലെ അടികൊണ്ടതുപോലെയാണ് നമ്മുടെ ചന്ദ്രമതി ഇരിക്കുന്നത്. അപ്പം സച്ചി പറയുക, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛാ, ഇതൊക്കെ ഇതുങ്ങളോടൊന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതും മറ്റുള്ളവരോട് പറയാമെന്നുള്ളൊരു ധാരണയാണ് ആ അമ്മയ്ക്കൊക്കെ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്താണെങ്കിലും ചന്ദ്രമതി നീ ചെയ്തത് തെറ്റാണ്. കാരണം നീ ഈ സമയത്ത് കണ്ടോണം, അതായത് കാശ് എടുത്തത് അവളല്ലാന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്, തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിനക്ക് ഇപ്പോഴും അവളോട് കാരണം ഞാൻ ചെയ്തത് തെറ്റാണ് എന്നൊന്നും പറയാനോ അല്ലെങ്കിൽ അതിനൊരു മാപ്പ് അപേക്ഷിക്കാനോ നിന്നെ പറ്റിയില്ല. പിന്നെ നിനക്കൊരു ധാരണയുണ്ട്, കാരണം രേവതിയുടെ വീട് പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്നാണ്. അവളോട് എന്തും പറയുക എന്തും സംസാരിക്കാമെന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ അത് നിൻ്റെ മനസ്സിലിരിക്കത്തുള്ളൂ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് സംരക്ഷണമായിട്ട് അവളുടെ അച്ഛനില്ലെന്നുള്ളതുള്ളൂ. പക്ഷേ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ അവളെ സംരക്ഷിക്കും. മാത്രമല്ല അച്ഛൻ്റെ സ്ഥാനത്തല്ല, അച്ഛനായിട്ട് ഞാൻ നിന്ന് സംരക്ഷിക്കും. ഉടനെ അത് കേട്ട ഭയങ്കര രീതിയിലും ഈ ചന്ദ്രമതിക്കൊക്കെ ഭയങ്കര ദേഷ്യം വരികയാണ്. ഉടനെ നമ്മുടെ രേവതി അവിടെ നിന്ന് ഇങ്ങനെ അച്ഛ എന്ന് പറഞ്ഞ് കൈ ഊപ്പുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് കരഞ്ഞോണ്ട് നിൽക്കുമ്പോഴത്തേക്ക് രവീന്ദ്രൻ അടച്ച് ചെന്നിട്ട് ആശ്വസിപ്പിക്കുക, മോളെ ഒന്നും കൊണ്ട് പേടിക്കേണ്ട, ഞാനിവിടെ ഉള്ളിടത്തോളം കാലം നിനക്കൊന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല മോളെ എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് കെട്ടിപ്പിടിക്കുക ആശ്വസിപ്പിക്കുമ്പോഴത്തേക്ക് വർഷ, ശ്രീകാന്ത്, സച്ചി ഇവർക്കെല്ലാം ഭയങ്കര സന്തോഷവും ഒക്കെ. അതുപോലെ നമ്മുടെ ശ്രുതിക്കൊക്കെ പിന്നെ ചന്ദ്രമതിക്കൊക്കെ വല്ലാണ്ടൊരു അസൂയ പോലെയൊക്കെ തോന്നുകയാണ്. അപ്പം അത്ര രീതിയിൽ നിൽക്കുന്നൊരു സിറ്റുവേഷൻ അവിടെ കാണുന്നത്. പിന്നെ കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ വൈകിട്ട് സച്ചിൻ രേവതിയിൽ നിന്ന് ക്യാഷൊക്കെ ഉണ്ടോ, ക്യാഷ് കൊടുക്കാനുള്ള ക്യാഷെല്ലാം നോക്കുമ്പോഴത്തേക്ക് സച്ചി പറയുന്നുണ്ട്, ഇത് നിൻ്റെ വീട്ടിൽ കൊടുത്തേക്കെന്ന് പറഞ്ഞാൽ ഒരു 1.5 ലക്ഷം രൂപ കൊടുക്കുന്നത്. ചേട്ടാ വീട്ടിൽ കൊടുക്കണ്ട, ചേട്ടനുള്ള ഡ്യൂ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ക്യാഷ് വണ്ടിയുടെ ക്യാഷ് അടഞ്ഞു പോകുമല്ലോ എന്ന് പറയും. അതൊന്നും വേണ്ട, നിൻ്റെ അമ്മയുടെയും ദേവുവിൻ്റെയൊക്കെ ആഭരണം പണയം വെച്ചിട്ട് കിട്ടിയ ക്യാഷ്, ഇതൊന്നും അങ്ങനെ എടുത്ത് ചിലവാക്കാൻ പറ്റത്തില്ല, നീ ഈ ക്യാഷ് വെച്ചോ, കാരണം അവർക്ക് തിരിച്ചു കൊടുക്കും. മാത്രമല്ല ദേവുവിൻ്റെ കല്യാണമൊക്കെ എടുക്കുമ്പോഴാണ്, മാത്രമല്ല വീട്ടിൽ അത്യാവശ്യം പ്രശ്നങ്ങളും കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതായാലും വീട്ടിട്ട് അവളുടെ കല്യാണത്തിന് ഇതും വേണ്ടി മാറ്റി വെക്കട്ടെ. അല്ലാതെ ഇത് ഇങ്ങോട്ട് എടുത്തിട്ടുള്ള കാര്യം, നമുക്ക് നീയുണ്ട് ഞാനും ഉണ്ട്, നമ്മൾ രണ്ട് ഇത്ര നാൾ അറിഞ്ഞു കണ്ട് നിന്നതല്ലേ, ചെയ്തതല്ലേ, കാശ് സമ്പാദിച്ചല്ലേ, ഇനി അങ്ങോട്ട് ചെയ്യാം എന്നുള്ളത് പറയാണ്. ഉടനെ പറയുന്ന സച്ചേട്ടാ എന്താണെങ്കിലും വളരെ ഉപകാരം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്തിനാടി നീ അങ്ങനെയൊക്കെ പറയുന്നത്, നമുക്ക് നമ്മുടെ ജീവിതത്തിന് വേണ്ടി കാശൊക്കെ സമ്പാദിക്കുന്നതല്ല, നിൻ്റെ കുടുംബത്തിനും കൊടുക്കണം. അപ്പം ഇപ്പോൾ ആ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും കരുതാനും അല്ല എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഞാനല്ലേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ്. അത് കഴിഞ്ഞ് പറഞ്ഞാൽ അച്ഛനൊരു 25,000 രൂപ കൊടുത്തേക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും രേവതി പറയാം, ചേട്ടാ അത് ഞാൻ ആദ്യം തന്നെ കൊടുത്തു. അപ്പം വെറുതെ അല്ലേ ഇതിൻ്റെ അകത്ത് കാശ് ഇച്ചിരി കുറവായിട്ട് ഞാൻ കണ്ടേ എന്ന് പറയാണ്. കുഴപ്പമൊന്നുമില്ല, ഇനിയിപ്പം അച്ഛൻ പിന്നെ പറഞ്ഞു, അച്ഛൻ ആദ്യം മേടിച്ചില്ല. കാരണം അച്ഛൻ മേടിക്കാത്തതിൻ്റെ കാരണം ഞാൻ മോളെ നിങ്ങളുടെ കയ്യിൽ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞില്ല അച്ഛൻ്റെ അടുത്ത് മേടിച്ച് ക്യാഷില്ല, അച്ഛൻ തന്നെ വെച്ചു. ആ ഒരു സമയത്ത് അച്ഛൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ടല്ലേ ഞങ്ങൾക്ക് തരാൻ പറ്റിയെന്ന് പറയണം. അത് കഴിഞ്ഞ് അച്ഛൻ പെട്ടെന്ന് പറയണം,
മോളെ ഞാനിത് ബാങ്കിലിട്ട് വെക്കുവാണ്, നിങ്ങൾക്ക് ആവശ്യം വരുമ്പോഴത്തേക്ക് പറഞ്ഞാൽ മതി എന്ന് പറയാം. ഉടനെ സച്ചി തന്നെ പറയാം, അച്ഛൻ ആവശ്യമൊന്നും കാണത്തില്ല, നമുക്ക് വേണ്ടി അച്ഛൻ മാറ്റി വെക്കുന്ന എന്താണെങ്കിലും അച്ഛന് വേണ്ടി അച്ഛൻ അത്ര ഒരുപാട് ബുദ്ധിമുട്ടിക്കരുത്, അച്ഛൻ എന്തെങ്കിലും അത്യാവശ്യം വരുവാണ് അച്ഛൻ്റെ അടുത്ത് അത് ചിലവാക്കട്ടെ എന്ന് പറഞ്ഞു. അതുകൂടാതെ അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട്, അതായത് നമ്മുടെ രവീന്ദ്രൻ ഇങ്ങനെ പറയുന്നുണ്ട്, സച്ചി ഇങ്ങനെ പറയുന്നുണ്ട്, അതായത് ഇനി അച്ഛൻ ജോലിക്ക് പോകുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അച്ഛൻ ജോലിക്ക് വിടരുത്, അച്ഛനെ ജോലിക്ക് വിട്ട് കഴിഞ്ഞാൽ ശരിയാകത്തില്ല. കാരണം അച്ഛൻ എന്തിനാ ജോലിക്ക് വിടുന്ന, അച്ഛൻ ഇവിടെ സമ്പാദിക്കേണ്ട കാര്യമില്ല, നമുക്ക് കടമുണ്ട്, അല്ല നമുക്ക് കാശിൻ്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് വീട് കെട്ടണം അല്ലെങ്കിൽ റൂം പണിയണം എന്നുള്ള ആവശ്യത്തിന് പേരിൽ മാത്രമാണ് അച്ഛൻ പണിക്ക് ഇറങ്ങിപ്പോയത്. അതുകൊണ്ട് അച്ഛനെ ഇനി പണിക്ക് വിടേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുകയാണ്. അതേ സച്ചിയേട്ടാ അങ്ങനെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ്. പിന്നെ അടുത്ത സീൻ കാണിക്കുന്നത് നമ്മുടെ ഷോറൂമിൽ, സുധിയുടെ ഷോറൂമിലാണ്. സുധി ഷോറൂം ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഒരാൾ വന്ന് ഒരു കവറിൻ്റെ അത് കൊണ്ടുവരും കുറേ സാധനം കൊണ്ടുവരികയാണ്. സംഭവം പറഞ്ഞ മുട്ടയാണ്. ആദ്യം ഒരു മുട്ട എടുത്ത് വെക്കുമ്പോഴത്തേക്ക് തലയോട്ടിയുടെ ഫോട്ടോ. സുധി ഭയങ്കര ചിരിച്ചുകൊണ്ടിരിക്കണം. കൊള്ളാലോ, സൂപ്പറാണല്ലോ, ഈ കളർ മുട്ടയോ അല്ലെങ്കിൽ പടം വരച്ച മുട്ടയോ, കോഴിക്ക് ഇങ്ങനത്തെ മുട്ടകൾ ഇടാൻ തുടങ്ങിയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കണം. അത് കഴിഞ്ഞാൽ അടുത്തത് പിന്നെ രണ്ടാമത്തെ വരുവാണ് തലയോട്ടിയുടെ മുട്ട. ഇതെന്നെ വ്യത്യസ്ത രീതിയിലുള്ള മുട്ടകളാണല്ലോ വരുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക്, സാർ ഇത് നമ്മുടെ ഷോറൂമിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നാണ്. ആ ഷോറൂമിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നാണ്. അതുപോലെ പൈലി എടുക്കാൻ വിട്ടുപോയാണ്. പൈലി നല്ല തീറ്റയല്ലേ, ഒരേ ടൈമിൽ 50 മുട്ടയൊക്കെ തീർക്കുന്നതല്ല, അതുകൊണ്ട് പൈലി എടുക്കാൻ വിട്ടുപോയി. ചീഞ്ഞ് നാറിക്കാണെന്നൊക്കെയാണ് ആദ്യം പറയുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് പറയുന്നുണ്ട്, എന്താ എടാ ബാക്കി നോക്കാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഓരോ മുട്ടയായിട്ട് എടുത്തിട്ടിരിക്കുക. അങ്ങനെ ഒരു 3 മുട്ടയാണ്. അപ്പോൾ ശ്രുതിക്ക് ഇത് കാര്യങ്ങളൊന്നും മനസ്സിലായി. ശ്രുതി അത് അടുത്തുനിന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇത് കാര്യങ്ങൾ ഇതെന്തിനും ഇങ്ങനെ മുട്ട വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വ്യത്യസ്ത രീതിയിൽ മുട്ടയാണ്, എന്തെങ്കിലും ഏത് കോഴിയാണ് ഇടുന്നത് എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ ശ്രുതി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കാണ് അവൻ്റെ കൂട്ടുകാരൻ അങ്ങോട്ട് വരുന്നത്. കൂട്ടുകാരൻ അങ്ങനെ ആടിപ്പാടി ഇങ്ങോട്ട് വന്നിട്ട് കഴിക്കും. എന്നാണ് ശ്രുതി വിശേഷം എന്നൊക്കെ ചെയ്യുമ്പോൾ അതാണ് മുട്ട കണ്ട് വ്യത്യസ്ത രീതിയിലെ മുട്ട, നിനക്ക് വേണം എടുത്തുള്ളത് പറഞ്ഞ്. ഇത് കാണുമ്പോഴത്തേക്കും ഞെട്ടിപ്പോവും. പുള്ളി ഞെട്ടിപ്പോയിട്ട് പറഞ്ഞ്, എടാ ഇത് മറ്റേ സാധനമല്ലേ ചോദിക്കും. ഏത് സാധനം? ഇത് കൂടോത്രമോ? കൂടോത്രം തന്നെ, ഇത് കൂടോത്രം. നിന്നെ ഇല്ലാതാക്കാൻ വേണ്ടി നിന്റെ ആരോ എവിടെ ചെയ്തതാണല്ലോടാന്ന് പറഞ്ഞു. എവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. ഇവിടെ എന്നെ ഷോറൂമിൽ. മസ്റ്റായിട്ട് നിന്നെ ഇല്ലാതാക്കാൻ വേണ്ടി നിന്റെ ബിസിനസ് എന്നെ ഇല്ലാതാക്കണം, നിന്നെ ഇല്ലാതാക്കാൻ നിന്റെ ബിസിനസ് ഇല്ലാതാക്കാൻ വേണ്ടി ആരോ ചെയ്തതാന്ന് പറയുമ്പോഴത്തേക്ക്, ആണോ, ശരി, അയ്യോ ഇതിപ്പോൾ ഇനിയിപ്പോൾ എന്ത് പരിഹാരം എന്തെന്ന് കഴിയുമ്പോഴത്തേക്ക് പരിഹാരം വേറെ ഒന്നുമില്ല, ഇത് നേരെ ചെന്നിട്ട് ജോത്സ്യനെയോ അല്ലെങ്കിൽ മറ്റൊരാരെങ്കിലും കണ്ട് ഇതിനൊരു പരിഹാരക്രിയ ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്ക് അന്ന് നമ്മൾ വിളിച്ചില്ല, ആ ജോത്സ്യനെ വിളിക്കണം എന്ന് പറഞ്ഞു. ശരി, അങ്ങനെയാണ് വിളിക്കാൻ പറ്റും. പെട്ടെന്ന് വിളിക്കും. ജോത്സ്യൻ സ്ഥലത്തില്ലെന്ന് പറഞ്ഞു, എന്നാലും വിളിച്ചു കഴിഞ്ഞിട്ട് സംസാരിക്കാൻ, തിരുമേനി അന്ന് നമ്മൾ കണ്ടില്ല, അന്ന് സംസാരിച്ചില്ല നമ്മുടെ ഒരു കൂട്ടുകാരൻ, അവന് വേണ്ടിയാണ്. അവൻ്റെ കടയുടെ ഫ്രണ്ടിൽ ഒരു കോഴിമുട്ട 3 ഇരിപ്പുണ്ട്. അത് വ്യത്യസ്ത രീതിയിൽ തലയോട്ടിയും വേറെ ചിഹ്നങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നത്. എന്താ ഇതിന് സംഭവം? കൂടോത്രമാണോ? അപ്പോൾ ഇതിനിപ്പോൾ എന്ത് പരിഹാരമില്ല, അത് കൊടുക്കാൻ പറഞ്ഞു. അപ്പം ഫോൺ കൊടുക്കാമെന്ന് ശ്രുതി സംസാരിക്കുന്നത്. എന്താ തീരുമാനം, എന്താ സംഭവം, പ്രശ്നം എന്നാന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അത് കൂടോത്രമാണ്, അത് നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾക്കത് പരിഹാരക്രിയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ആ പരിഹാരക്രിയൊക്കെ ഉണ്ട്, എന്താ ചെയ്യേണ്ടത് ചോദിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആരെന്ന്, അത് അമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. ഉടനെ അമ്മയോ, അപ്പം നീയും അമ്മയും ചേർന്ന് നിന്നെ വല്ല പരിഹാരക്രിയൊക്കെ ചെയ്യണമെന്ന് പറയാം. ശരി, ഉടനെ ചെയ്തേക്കാന്ന് പറയാം. എന്നിട്ട് ശ്രുതിയോട് പറയും, ശ്രുതി ആ ജോത്സ്യം പറഞ്ഞത് അല്ലെങ്കിൽ പുള്ളി തിരുമേനി പറഞ്ഞത് 1000 രൂപ അങ്ങോട്ട് അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ്. അപ്പോൾ ശ്രുതി ഒരു വല്ലാത്ത രീതി, ശ്രുതിയുടെ കാശൊന്നും ഇല്ലല്ലോ എന്ന് പറയാണ്, എന്ത് ചെയ്യാനാ, ഞാൻ തന്നെ കൊടുക്കാന്നുള്ള രീതി പറഞ്ഞു. എന്നിട്ട് പറയാം എന്നിട്ട് ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ അത് അമ്മയുടെ പേര് പറയുന്നത്? അമ്മയോ, അത് നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആരെയും ചോദിച്ചിട്ടുണ്ട്, അമ്മയാണ് എന്ന് ഞാൻ പറഞ്ഞ്. നിന്നെ ഇഷ്ടമാണ് ശ്രുതി, അല്ലാതെ വേറൊന്നുമല്ല, പക്ഷേ ഇപ്പം ഇങ്ങനെ ചോദിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞെന്നുള്ളതുള്ളൂ. കൂടാതെ വേറെ കാര്യം എന്താ, ഇത് ബാക്കിയുള്ള പരിഹാരക്രിയ എന്താ പറഞ്ഞു ചോദിക്കുമ്പോൾ, ഞാനും അമ്മയും ഒരു ദിവസം വ്രതം എടുക്കണം, അതായത് വെള്ളം പോലും ദാഹജലം പോലും കുടിക്കരുത്. അതുകൂടാതെ നേരെ പോയി ഇതെല്ലാം കഴിഞ്ഞിട്ട് നേരെ പോയി ശത്രു സംസ്കാര പൂജ ശത്രുസംഹാര പൂജ നടത്തണം, അപ്പം മാത്രമേ അതിൽ നിന്ന് മുക്തി നേടാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നതെന്ന് പറയും. അത് ശരിയെന്ന് പറയും. അത് കഴിഞ്ഞാൽ നേരെ ചന്ദ്രമതിയിൽ ചെല്ലും. അമ്മയെന്ന് വിളിച്ചുകൊണ്ട് പോകണേ. എന്താണ് നിനക്ക് പ്രശ്നം എന്നാ? അമ്മ ഒരു കാര്യം പറയട്ടെ, എൻ്റെ ഷോറൂമിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കുറേ മുട്ടകൾ ഇരിപ്പുണ്ടായിരുന്നു, അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞത് എനിക്ക് ശത്രുവിൻ്റെ ദോഷമുണ്ട്, അതുകൊണ്ട് അതിൻ്റെ ക്രിയ നടത്തണമെന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പം എൻ്റെ ക്രിയ എന്നാന്ന് പറയാം, അമ്മേ ഞാൻ ഒരു ദിവസം മുഴുവനും വ്രതം എടുക്കണം, ജലപാനം
അന്നദാനം പോലും ഭക്ഷിക്കാതെ, അതുപോലെ അത് കഴിഞ്ഞ് ശത്രുസംഹാര പൂജ നടത്തണം എന്നൊക്കെ പറഞ്ഞു. നടത്തണം, നീ നടത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് അതല്ല, അതിൻ്റെ അകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അമ്മയും കൂടെ ഉണ്ട് എന്ന് പറയാം. അമ്മയും കൂടെ ഉണ്ട്. ഞാനൊന്നുമില്ല, എനിക്ക് കഴിക്കാണ്ടിരിക്കാൻ പറ്റുന്നില്ല. നീ പോയിരുന്നിട്ട് അല്ലമ്മ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആൾ ആരാന്ന് ചോദിച്ചപ്പോൾ ഞാൻ അമ്മയാന്ന് പറഞ്ഞു. അതുകൊണ്ടാന്ന് പറഞ്ഞു. നീ എന്തിന് എൻ്റെ പേര്, നിൻ്റെ ഭാര്യ ഇവിടെ തന്നെ ഇരിക്കുമല്ലോ, നിൻ്റെ ഭാര്യയുടെ പേര് പറഞ്ഞാൽ പോരെ ചോദിക്കുമ്പോഴത്തേന് അതല്ല അമ്മ, ഞാൻ ഇത്ര നാൾ അമ്മയുടെ അടുത്തല്ലേ ഇരുന്നത്, ഇപ്പോഴല്ലേ ശ്രുതി വന്നത്, അതുകൊണ്ട് അമ്മയെ പേര് പറഞ്ഞെന്ന് പറയുക. നിനക്ക് വേറെ പണിയൊന്നുമില്ല, നീ എന്നെ ഇഷ്ടമല്ല, എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രപതി പറഞ്ഞത് ശ്രുതിമോളെ എനിക്ക് പ്രായമൊക്കെ ആയില്ലേ, നിനക്ക് നീ ചെറുപ്പമല്ലേ, അതുകൊണ്ട് മോളൊന്ന് എനിക്ക് പാടിയിട്ടിരിക്കാന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറ്റത്തില്ല, ഞാനൊന്നും ഇരിക്കത്തൊന്നുമില്ല മോളെ, എനിക്കാണെങ്കിൽ അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ, ഷുഗർ കൊളസ്ട്രോളൊക്കെ ഉള്ളതല്ലേ, നീ അതൊന്ന് മനസ്സിലാക്കുക, എന്നിട്ട് നീ ഒന്ന് ചെയ്യാൻ പറയുമ്പോഴത്തേക്ക് പറയണം ഞാൻ ചെയ്യത്തില്ല, എൻ്റെ ആൻറ്റി തന്നെ ചെയ്താൽ മതി എന്നൊക്കെ പറയണം. എന്നിട്ട് തന്നെ ആണ് നമ്മുടെ ശ്രുതി പറയണ അമ്മ ഇത് ചെയ്തില്ലെങ്കിൽ ഭയങ്കര വിഷയങ്ങളുണ്ടാകുമെന്ന് പറഞ്ഞു. എന്ത് വിഷയം ഉണ്ടാകാനാണ്, അമ്മ ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ബിസിനസ് പൊളിയും, ഞാൻ പിച്ചെടുക്കും, പിന്നെ അമ്മ മരിച്ചു പോകും എന്നൊക്കെ പറഞ്ഞ്. ഞാൻ മരിച്ചു അതേന്ന് പറയാം, അമ്മയ്ക്ക് ജീവഹാനിയൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് കേട്ടെ, അതുകൊണ്ട് ഇപ്പോൾ എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ, നിൻ്റെ ഓരോ തോന്നിവാസം നീ ഓരോന്ന് കാണിച്ചു വെക്കുന്നുണ്ടല്ലോ, എന്നിട്ടില്ല ഞാൻ എൻ്റെ പുറകെ നിൽക്കുകയാണല്ലോ എന്ന് പറഞ്ഞ് നിർത്തുന്നൊരു സീനാണ് നമ്മൾ ഇന്ന് അവസാനമായിട്ട് കാണുന്നത്. വരും ദിവസങ്ങളിൽ നിങ്ങളുമായിട്ട് നല്ല നല്ല വിശേഷം പങ്കിടാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനാൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.